Hello students, EC304 VLSI സബ്ജക്റ്റിലെ മൊഡ്യൂൾ 3 ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻവേർട്ടിംഗ് സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ സ്വിച്ചിങ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഒരു ഇൻപുട്ടിൽ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ എത്ര പെട്ടെന്നാണ് ഔട്ട്പുട്ടിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നത്, അതാണ് സ്വിച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. When input switches from one value to another, how the output is switching. ഒരു ഹൈ സ്പീഡ് ഡിവൈസ് ആണെങ്കിൽ, ഒരു ഹൈ സ്പീഡ് ഡിവൈസ് മീൻസ് its ability to perform calculations very quickly. So for that logic gate, all the logic gates in that circuit should introduce a minimum amount of time delay when the input changes. So we are going to deal about the switching characteristics of a CMOS inverter. This is a CMOS inverter. നമ്മൾ ഒരു ഇൻപുട്ട് വി ഇൻ ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, കറസ്പോണ്ടിങ് ആയിട്ട് വി ഔട്ട് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടുന്നു. സോ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആയി നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതായത് ഇൻപുട്ട് എന്ന് പറയുന്നത് ടൈം ടി ഈക്വൽ ടു ടി വൺ, ദിസ് ഇസ് ദ ടൈം ടി ഈക്വൽ ടു ടി വൺ. അറ്റ് ദാറ്റ് പോയിന്റ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇൻപുട്ട് സീറോന്ന് വി ഡി ഡിയിലേക്ക് സ്വിച്ച് ചെയ്യുന്നു, അതായത് സീറോന്ന് വണ്ണിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. ഇനി ടൈം ടി ഈക്വൽ ടു ടി ടൂല് ദ ഇൻപുട്ട് സ്വിച്ചിങ് സഡൻലി ഫ്രം 1 to 0. പക്ഷെ ഔട്ട്പുട്ടിൽ ആ ചേഞ്ച് എന്ന് പറയുന്നത് സഡൻ ആയിട്ട് നടക്കുന്നില്ല. വെൻ ദി ഇൻപുട്ട് ചേഞ്ചസ് ഫ്രം 0 to 1, the output should change suddenly from 1 to 0, but output is not changing suddenly from 1 to 0. Instead, it is changing its value in a slow manner. അപ്പോൾ ആ ടൈമിനെയാണ് ഫോൾ ടൈം എന്ന് പറയുന്നത്. ഫോൾ ടൈം എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വി ഡി ഡിന്ന് സീറോയിലേക്ക് എത്താൻ എടുക്കുന്ന, ആ സെറ്റിൽ ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. സിമിലർലി റൈസ് ടൈം എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് 1ന്ന് 0യിലേക്ക് ചേഞ്ച് ചെയ്യുമ്പം ഔട്ട്പുട്ട് പെട്ടെന്ന് തന്നെ 0ന്ന് 1ലേക്ക് ചേഞ്ച് ചെയ്യുന്നില്ല, ഒരു ടൈം എടുത്തിട്ടാണ് ഔട്ട്പുട്ട് റൈസ് ചെയ്യുന്നത്. ആ ടൈമിനാണ് റൈസ് ടൈം എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റൈസ് ടൈമിന്റെയും ഫോൾ ടൈമിന്റെയും എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ we have to analyze the electronic transitions of the circuit, and the rise time and fall time is due to the parasitic resistance and capacitance of the transistor. അപ്പോൾ നമ്മൾ ഈ ഫിഗറിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള പാരസൈറ്റിക് കപ്പാസിറ്റൻസും റെസിസ്റ്റൻസും വെച്ചിട്ടുള്ള ഫിഗർ വരക്കണം. അപ്പോൾ അതിന്റെ പാരസൈറ്റിക് റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും വെച്ചിട്ടുള്ള ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ സ്വിച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് PMOS ആണ്, അതിന്റെ റെസിസ്റ്റൻസ് ആണ് ഈ RP, അതിന്റെ കപ്പാസിറ്റൻസ് ആണ് CDP. അതേപോലെ ഈ സ്വിച്ച് എന്ന് പറയുന്നത് CDN ആണ്, വിച്ച് ഇസ് റെപ്രസെന്റിങ് ദ NMOS, അതിന്റെ റെസിസ്റ്റൻസ് ആണ് RN ആൻഡ് അതിന്റെ കപ്പാസിറ്റൻസ് ആണ് CDN എന്ന് പറയുന്നത്. ഇനി ഇൻപുട്ട് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ ഗേറ്റ് കപ്പാസിറ്റൻസ് പ്ലസ് ഇവിടുത്തെ ഗേറ്റ് കപ്പാസിറ്റൻസ്, അതായത് CGN പ്ലസ് CGP ആയിരിക്കും ഇൻപുട്ട് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ലോഡ് കപ്പാസിറ്റൻസ് പ്ലസ് FETന്റെ ഔട്ട്പുട്ടിലെ കപ്പാസിറ്റൻസ് ആണ്. FETന്റെ ഔട്ട്പുട്ടിലെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? CDP പ്ലസ് CDN പ്ലസ് CL ലോഡ് കപ്പാസിറ്റൻസ്. ഇത് മൂന്നും പാരലൽ ആയിട്ടാണ് വരിക. ഇനി RNും RPന്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ RN ഈക്വൽ ടു 1/βN ഇൻറ്റു VDD മൈനസ് VTN ആണ്. അത് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ IDN ഡ്രെയിൻ കറണ്ടിന്റെ എക്സ്പ്രഷൻ നമുക്ക് ലീനിയർ റീജിയനിൽ ഇങ്ങനെ എഴുതാം, അപ്രോക്സിമേറ്റ് എഴുതാം. അപ്പൊ VDSN ബൈ IDN ചെയ്താൽ RN കിട്ടും. അങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നതാണ്. VGSന്റെ സ്ഥാനത്ത് എന്താണ്? VDD ആണ്, S0യിലാണല്ലോ. സോ ഫോൾ ടൈം കാൽക്കുലേഷൻ നമ്മൾ ചെയ്യാൻ പോവാ. ഫോൾ ടൈം എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഔട്ട്പുട്ട് എത്ര സമയം എടുത്തിട്ടാണ് VDDന്ന് 0യിലേക്ക് എത്തുന്നത്, അല്ലെ ലോജിക് 1ന്ന് 0യിലേക്ക് എത്തുന്നത്, ആ ടൈമാണ് ഫോൾ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഔട്ട്പുട്ട് VDDന്ന് 0യിലേക്ക് എത്തുകയെന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? NMOS ഓൺ ആയിരിക്കും, PMOS ഓഫ് ആയിരിക്കും. അപ്പൊ നമ്മളെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. നമ്മൾ ഈ NMOS സ്വിച്ച് ഓൺ ആയിരിക്കും, PMOS ഓഫ് ആയിരിക്കും. സോ ഈ കപ്പാസിറ്റർ അത്രയും നേരം ചാർജ്ഡ് ആയിട്ടുണ്ട് VDDയിൽ, അത് എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിസ്ചാർജ് ചെയ്യും, ഈ പാത്തിൽ ഡിസ്ചാർജ് ചെയ്യും. ആ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം, ആ ഒരു എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് സഡൻ ആയിട്ട് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാത്തത്. ആ ഒരു കപ്പാസിറ്റൻസിന്റെയും റെസിസ്റ്റൻസിന്റെയും പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. സോ നമ്മൾ അസ്യൂം ചെയ്യുന്നു നമ്മളെ ഇൻപുട്ട് ട്രാൻസിഷൻ നടത്തുന്നത്, ഇൻപുട്ട് 0ന്ന് VDDയിലേക്ക് ട്രാൻസിഷൻ നടത്തുന്നത് ഈ ടൈം T ഈക്വൽ ടു 0യിലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പൊ ഔട്ട്പുട്ട് എന്ത് ചെയ്യും?
അത്ര ടൈം സീറോയില് ഔട്ട്പുട്ട് VDD ആയിരുന്നു, അവിടുന്ന് എങ്ങോട്ടേക്ക് ട്രാൻസിഷൻ നടത്തും, സീറോയിലേക്ക്. ഒരു സ്ലോ ചേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ fall time എന്ന് പറയുന്നത് എന്താണ്? fall time എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം interval between output 10% of VDD to 90% of VDD to 10% of VDD വരെ എത്താൻ എടുക്കുന്ന സമയമാണ് fall time എന്ന് പറയുന്നത്. സോ ഈ fall time എന്ന് പറയുന്ന ടൈമിൽ എന്താണ് സംഭവിക്കുന്നത്? ഔട്ട്പുട്ട് ഈ പോയിന്റ് എന്ന് പറയുന്ന 90% of VDD ആണ്. ആ പോയിന്റിന് 10% of VDD യിലേക്ക് കുറയാൻ എടുക്കുന്ന ആ സമയമാണ് fall time എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഡിസ്ചാർജിങ് പാത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സോ അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? കപ്പാസിറ്ററിലൂടെ എന്ത് കറണ്ടാണോ ഉള്ളത് അത് ഫുള്ളായിട്ട് റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്നു. കപ്പാസിറ്ററിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് -Cout/dVout/dt എന്ന് എഴുതാം. മൈനസ് സൈൻ എന്തുകൊണ്ടാണ്? ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് =Vout/Rn എന്ന് കിട്ടും. ഇനി ഇനീഷ്യൽ കണ്ടീഷൻ എന്താണ്? V(out)(0) ഇനീഷ്യലി ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്ന VDD ആണ്. അത് ഇതിലേക്ക് സോൾവ് ചെയ്താൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും അല്ലെ. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? കപ്പാസിറ്ററിന്റെ ഡിസ്ചാർജിങ്ങിന്റെ ഇക്വേഷൻ ആണ്. ടോ n എന്ന് പറയുന്നത് ടൈം കോൺസ്റ്റന്റ് ആണ്, Rn into Cout. സോ fall time എന്ന് പറയുന്നത് എന്താണ്? ടൈം ഇന്റർവെൽ ഡ്യൂറിംഗ് വിച്ച് ദ ഔട്ട്പുട്ട് falls from 90% of VDD to 10% of VDD ആണ്. അപ്പൊ ഈ ഇക്വേഷന് ന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നു. T = ടോ n ln VDD/Vout ആണ്. ഇനി fall time എന്ന് പറയുന്നത് എന്താണ്? fall time എന്ന് പറയുന്നത് ഏതെല്ലാം ടൈം തമ്മിൽ, അതായത് Ty minus Tx ആണ്. Ty എന്ന് പറയുന്നത് 10% ആവുന്ന 10% of VDD ആവുന്ന സമയം, Tx എന്ന് പറയുന്ന 90% of VDD ആവുന്ന സമയം, അതിന്റെ ഡിഫറൻസ് ആണ്. അപ്പൊ Ty minus Tx. അപ്പൊ ടോ n ln VDD/Vout എന്ന് പറയുന്നത് Ty യിൽ എന്താണ്? 10% ആണ്, 0.1 VDD മൈനസ് ടോ n ln VDD/Tx എന്ന് പറയുന്ന ടൈം എന്താ? 90% of VDD. അപ്പോൾ ടോ n ln 9 കിട്ടും. 2.2 ടോ n ആണ്. അതായത് അതിന് വേറൊരു പേരുണ്ട്, fall time അല്ലെങ്കിൽ high to low transition time ആണ്. ഇനി റൈസ് ടൈം എന്ന് പറയുന്നത് എന്താണ്? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഔട്ട്പുട്ട് 0ന്ന് VDDയിലേക്ക് റൈസ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നത്? ഇൻപുട്ട് എന്ന് പറയുന്ന VDD ആണ്. അത് സഡൻലി 0യിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് 0ന്ന് VDDയിലേക്ക് റൈസ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് PMOS ഓൺ ആണ്, NMOS ഓഫ് ആവും. അപ്പോൾ എന്ത് ചെയ്യും? ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന ആ ഇക്വേഷൻ Cout/dVout/dt = ഇവിടെ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്താണ്? VDD മൈനസ് ഇപ്പുറത്ത് എന്താണ്? Vout/RP ആണ്. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ ഇനീഷ്യൽ കണ്ടീഷൻ Vout(0) = 0 വോൾട്ട് ആണ്. ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് Vout(0) എന്ന് പറയുന്നത് 0 വോൾട്ട് ആണ്. അത് അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടും. ടോ P എന്ന് പറയുന്ന RP/Cout ആണ്, ടൈം കോൺസ്റ്റന്റ്. ഇനി റൈസ് ടൈം എന്ന് പറയുന്നത് നേരത്തെ പോലെ തന്നെ എന്താണ്? റൈസ് ടൈം എന്താണ്? 10% of VDD to 90% of VDD വരെ ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് റൈസ് ടൈം എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2.2 ടോ P എന്ന് കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് TLH, അതായത് ലോ ടു ഹൈ ട്രാൻസിഷൻ ആണ്. Then let us assume that input square wave ആയിട്ട് assume ചെയ്യുന്നു with time period T. അങ്ങനെ വോൾട്ടേജ് 0 to എന്താ വോൾട്ടേജ് റൈസസ് ഫ്രം 0ലേക്ക് വോൾട്ടേജ് 0 ഫോർ, അതായത് ഇതിന് സ്ക്വയർ വേവ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ എന്ത് ഇൻപുട്ട് എന്ന് പറയുന്നത് സ്ക്വയർ വേവ് ആണ്. 0 ഫോർ ടൈം T/2 ആൻഡ് VDD ഫോർ ടൈം T/2. അതായത് സ്ക്വയർ വേവ് ആണെങ്കിൽ ഇത്രയും ടൈം T/2 ടൈമിൽ ഹാഫ് ദ ടൈം പീരീഡിൽ ലോജിക് 1 ആണ്, ഹാഫ് ദ ടൈം പീരീഡിൽ ലോജിക് 0 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ദെൻ മാക്സിമം സിഗ്നൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് Fmax ആണ്, ഈക്വൽ ടു 1/TLH പ്ലസ് THL ആണ്. ആൻഡ് ഇഫ് ദി ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് Fmax, then the output of the gate will not have a sufficient time to stabilize the correct value. ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതിനേക്കാളും കുറവായിരിക്കണം. ഇതിനേക്കാളും കൂടുതലായാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ
ഔട്ട്പുട്ടിന് ഇൻപുട്ടിൽ ആ ചേഞ്ചിന് ഔട്ട്പുട്ടിൽ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടത്ര സമയം കിട്ടില്ല. സോ ഓൾവേസ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ഷുഡ് ബി, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ എഫ് മാക്സ് ആയിരിക്കണം. ഓക്കെ, ഗ്രേറ്റർ ദാൻ എഫ് മാക്സ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ദ ഔട്ട്പുട്ട് ഓഫ് ദ ഗേറ്റ് വിൽ നോട്ട് ഹാവ് സഫിഷ്യന്റ് ടൈം ടു സ്റ്റെബിലൈസ് ദി കറക്റ്റ് വാല്യൂ. നെക്സ്റ്റ് ഇസ് ദ പ്രൊപ്പഗേഷൻ ഡിലേ. അപ്പൊ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് വെച്ചാൽ it is the time between the input is given and the reaction is obtained at the output. ഒരു ഇൻപുട്ടിൽ ഒരു ആക്ഷൻ നടന്നാൽ, ഒരു ചേഞ്ച് നടന്നാൽ എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഔട്ട്പുട്ടിൽ ആ റിയാക്ഷൻ കിട്ടുന്നത്, അതാണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. സോ വെൻ ഇൻപുട്ട് ഇസ് എ സ്റ്റെപ്പ് ഇൻപുട്ട്, പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറഞ്ഞാൽ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് സിമ്പിൾ ആവറേജ് ഓഫ് ദ 2 ടൈം ഇൻ്റർവെൽസ്. അതായത് TPF പ്ലസ് TPR/2 ചെയ്താൽ മതി. TPF എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എന്താ, റൈസസ് ഫ്രം VDD ടു VDD/2 വരെ ആവുന്ന ആ സമയമാണ് TPF എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഡിക്രീസസ് ഫ്രം മാക്സിമം ലെവൽ, അതായത് VDD ടു അതിൻ്റെ 50% VDD/2 വരെ എത്തുന്ന സമയമാണ് TPF എന്ന് പറയുന്ന ഫോൾ ടൈം എന്ന് പറയുന്നത്. ആൻഡ് റൈസ് ടൈം എന്ന് പറയുന്നത് ഔട്ട്പുട്ട് 0 വോൾട്ടിന്ന് VDD/2 വരെ എത്താൻ എടുക്കുന്ന സമയമാണ് TP റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുക. TPF എന്ന് പറയുന്നത് ഔട്ട്പുട്ട് മാക്സിമം ലെവലിന് 50% എത്തുന്ന VDD/2 എത്തുന്നത്. ആൻഡ് TPR 0 വോൾട്ട് ടു VDD/2 വരെ എത്തുന്ന സമയം. സോ TPRൻ്റെ ഇക്വേഷൻ ln 2 ടോപ്പ് എന്ന് കിട്ടും. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇക്വേഷൻ കണ്ടുവച്ചിട്ടുണ്ടല്ലോ TPRൻ്റെ, അതായത് TRൻ്റെ. ഓക്കെ, അവിടെ ആ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ 50% 0.5 VDD സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ ഫൈൻ. അതേപോലെ തന്നെ TPFൻ്റെ ഇക്വേഷനിൽ വി ഔട്ടിൽ നമ്മൾ 0.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ln 2 ടോ എന്ന് കിട്ടും. VDD/0.5 VDD എന്ന് നമ്മൾ ചെയ്താൽ ln 2 ടോ എന്ന് കിട്ടും. സോ TP എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് ആണ്. സോ TP ഈസ് എ യൂസ്ഫുൾ എസ്റ്റിമേറ്റ് ഓഫ് ദി ബേസിക് ഡിലേ. എത്ര ഡിലേ ആണ് എന്ന് തരുന്നത് ഈ TP ആണ്, പ്രൊപ്പഗേഷൻ ഡിലേ ആണ്. സോ ഇതാണ് ഗ്രാഫ്. അതായത് ഇൻപുട്ട് എന്ന് പറയുന്ന ഇൻപുട്ടിൽ ഇവിടെ 0 to 1 ട്രാൻസിഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് എന്താ VDDന്ന് VDD/2 വരെ എത്താനുള്ള സമയമാണ് TPF. ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് 1 to 0 ട്രാൻസിഷൻ നടത്തുമ്പം ഔട്ട്പുട്ട് 0ന്ന് VDD/2 എത്താൻ എടുക്കുന്ന ആ സമയമാണ് TPR എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് അബൌട്ട് ദി പ്രൊപ്പഗേഷൻ ഡിലേ. So that is all about the CMOS inverter switching characteristics.